വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത യൂണിറ്റ് 3 തതവ്വുറു റിവായ അറബിയ വ അഷ്ഹുർ കുത്താബിഹ. അറബി നോവലിൻ്റെ വളർച്ചയും അതിലെ പ്രമുഖരായ എഴുത്തുകാരും. അൽ അദബുർ റിവായി ഹുവ ഫന്നുൻ സർദിയുൻ. നോവൽ സാഹിത്യം എന്നുള്ളത് അതൊരു ആഖ്യാന കലയാണ്. യുഅ്തബറു മിൻ അഹമ്മിൽ അഷ്കാലിൽ അദബിയ ഫി സഖാഫിൽ ഇൻസാനിയ. അത് മനുഷ്യ സംസ്കാരത്തിൽ സാഹിത്യ ഇനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായി പരിഗണിക്കപ്പെടുന്നു. യതമയ്യസു ബി തഖ്ദീമി ഖിസസിൻ ഖയാലിയ. ഭാവനാ കഥകൾ അവതരിപ്പിക്കുന്നതിലൂടെ അത് വ്യതിരിക്തമാകുന്നു. ഔ വാഖഇയ്യ, അല്ലെങ്കിൽ റിയൽ കഥയായിരിക്കാം. അബ്റ ഷഖ്സിയാത്തിൻ വ അഹ്ദാഥ മുതദാഖില. വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ അതുപോലെ ഇടകലർന്നു വരുന്ന സംഭവങ്ങളിലൂടെയൊക്കെയാണ് ഇത് അവതരിപ്പിക്കുക. തുസാഹു ബി ലുഗത്തിൻ അദബിയ റഫീഅ. ഉയർന്ന ഉന്നതമായ സാഹിത്യ ഭാഷ കൊണ്ടാണ് ഇവ രൂപപ്പെടുത്തിയെടുക്കുക. ഫിൽ ആലമിൽ അറബി. അറേബ്യൻ ലോകത്ത് നശഅത്ത് അർ റിവായത്തു. റിവായ വളർന്നു വന്നത് ക അദാത്തിൻ തഅബീരിയ ഖവിയ. ശക്തമായ ആവിഷ്കരണ ടൂളായിക്കൊണ്ടാണ്. تحمل في طياتها ملامح الهوية الثقافية والاجتماعية والسياسية للمنطقة. അവയ്ക്ക് ഉള്ളിലൂടെ സംസ്കാരമെന്ന ഐഡൻറ്റിറ്റി, സാമൂഹികം, രാഷ്ട്രീയം എന്നിവയുടെയൊക്കെ ഐഡൻറ്റിറ്റിയുടെ സ്വഭാവ ഗുണങ്ങൾ വഹിക്കുന്നവയാണ് ആ പ്രദേശത്തുള്ള സംസ്കാരം, ആ പ്രദേശത്തുള്ള രാഷ്ട്രീയം, സാമൂഹികം, ഇതിന് എവിടെയൊക്കെയുള്ള ഐഡൻറ്റിറ്റി ഈ നോവലുകളിൽ കാണാൻ സാധിക്കും. ഷഹിദത്തി റിവായത്തുൽ അറബിയ തതവ്വുറൻ മൽഹൂദൻ മുൻദു ബിദായാത്തിൽ ഖർനിൽ 20. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ അതിസൂക്ഷ്മമായ വളർച്ച അറേബ്യൻ നോവൽ സാക്ഷ്യം വഹിച്ചു. ഹൈസു തമയ്യസത്ത് ബി അഅ്മാലി റുവാദ്. അവരുടെ പ്രമുഖരായ ചില എഴുത്തുകാരുകൊണ്ട് ഇത് പ്രത്യേകതയുള്ളതായി തീർന്നു. മിസ്ലു നജീബ് മഹ്ഫൂദ്, പ്രത്യേകിച്ച് നജീബ് മഹ്ഫൂദിനെ പോലെയുള്ളവർ. അല്ലദി ഹാസ അല ജായിസത്തി നോബൽ ഫിൽ അദബ്. സാഹിത്യത്തിൽ നോബൽ പ്രൈസ് കരസ്ഥമാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ അബ്ദുറഹ്മാൻ മുനീഫ്, വജബ്ര ഇബ്രാഹിം ജബ്ര, ഇവരൊക്കെ പ്രമുഖരായ നോവൽ എഴുത്തുകാരാണ്. തഅക്കിസുർ റിവായത്തുൽ അറബിയ തജാറുബ് അൽ ഹയാത്തുൽ യൗമിയ. അറബിക് നോവലുകൾ ഡെയിലി ലൈഫിൻ്റെ അനുഭവങ്ങളെ പ്രതിഫലിപ്പിച്ചു. വഖദായൽ മുജ്തമഅത്തിൽ അറബിയ. അറേബ്യൻ സമൂഹത്തിൻ്റെ ഇഷ്യൂകളും പ്രതിസന്ധികളും. വതതനാവലു മവാദിഅ മുതനവ്വിഅ. വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അവ കൈകാര്യം ചെയ്തു. മിസുൽ അൽ ഹുബ്, പ്രണയം, വൽ ഫഖർ, ദാരിദ്ര്യം, വൽ ഹുറിയ, സ്വാതന്ത്ര്യം, വൽ നിദാൽ, സംഘടനകൾ. മിമ്മ യജഅലുഹാ മിർആത്ത് തഅക്കിസുൽ വാഖിഇൽ അറബി ബികുല്ലി തഅഖീദാതിഹി വജമാലിയാതിഹി. എത്രത്തോളം എന്ന് വെച്ചാൽ അറേബ്യൻ സംഭവ വികാസങ്ങളുടെ നേർചിത്രമായി, നേർക്കുനേരെയുള്ള പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയുടെ സ്ഥാനമായി മാറി. അവിടുത്തെ അതിൻ്റെ ഭംഗികളും അവിടുത്തെ സങ്കീർണതകളെല്ലാം ഇവ പ്രതിഫലിപ്പിച്ചു. ഇന്ന ദിറാസത്ത റിവായത്തുൽ അറബിയ തുതീഹു ലിത്തുല്ലാബി ഫഹ്മൻ അഅ്മഖ ലിസ്സഖാഫ വത്താരീഖിൽ അറബി. അറബിക് നോവലുകളെപ്പറ്റി പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിക്ക് കൃത്യമായ ആഴത്തിലുള്ള ഒരു ഗ്രാഹ്യത ലഭിക്കും. ഇതിനെക്കുറിച്ച് അവിടെയുള്ള സംസ്കാരം, അറേബ്യൻ ചരിത്രം, ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ അവസരം കൊടുക്കുന്ന രൂപത്തിലായിട്ട് അറബി നോവലുകൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ പഠനം സഹായിക്കും. വതുനമ്മി ലദൈഹിം മഹാറാത്തി തഹ്ലീൽ നഖ്ദി വത്തഫ്കീർ ഇബ്ദാഇ. ക്രിയാത്മകമായിട്ടുള്ള ചിന്തകൾക്കും നിരൂപണാത്മകമായ അപഗ്രഥനങ്ങൾക്കുമുള്ള കഴിവുകളും നേടിക്കൊടുക്കാൻ അവ സഹായിക്കും, അവ വളർത്തിക്കൊടുക്കുന്നതുമാണ്. അർ റിവായ ഹിയ ഖിസ്സത്തുൻ ഖയാലിയത്തുൻ നസ്രിയത്തുൻ ത്വീല. നീളമുള്ള ഗദ്യ ഭാവന കഥയാണ് റിവായ. വമിൻ അഷ്ഹുരി അൻവാഇൽ അദബിൻ നസ്രി. ഗദ്യസാഹിത്യത്തിൽ ഏറ്റവും പ്രമുഖമായ ഒരു ഇനമാണ്. വതുഖദ്ദിമു റിവായാതു ഖിസസൻ ഷാഇഖതൻ തുസാഇദുൽ ഖാരിഇ. വായനക്കാരനെ സഹായിക്കുന്ന നിലക്കുള്ള അത്യാകർഷണീയമായ കഥകളാണ് നോവലുകൾ അവതരിപ്പിക്കുന്നത്. ഫി മുഅ്ലമിഹ, അതിലധികവും അല തഫ്കീരി ഫിൽ ഖദായ അൽ അഖ്ലാഖിയ്യ വൽ ഇജ്തിമാഇയ്യ വൽ ഫൽസഫിയ്യ. ഫിലോസഫി, തത്വശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികം അല്ലെങ്കിൽ ധാർമ്മികമായ ഇഷ്യൂകളെ ചിന്തിപ്പിക്കുന്നവയായിരിക്കും. കമാ യഹുസ്സു ബഅദുഹ അലൽ ഇസ്ലാഹ്. ചിലതെല്ലാം നവോത്ഥാനത്തിന് പ്രേരണ നൽകുന്നതായിരിക്കും. വയഹ്തമു ബഅദുഹ അൽ ആഖർ ബിതഖ്ദീമി മഅലൂമാത്തിൻ മൗദൂആത്തിൻ ഗൈറ മഅലൂഫ. മറ്റു ചിലതാവട്ടെ അപരിചിതമായ വിഷയങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്നവയായിരിക്കും. വതക്ഷിഫു ജൗഹറുൽ മഅലൂഫി വമിൻ
റിവായത്തി മാ യകൂനു ഹദഫുഹു മുജറദൽ ഇംതാഇ വത്തസ്ലിയ, ചിലതാവട്ടെ പരിചയപ്പെട്ടതിൻ്റെ കഴമ്പുകളെ അകക്കാമ്പുകളെ വെളിക്ക് കൊണ്ടുവരുന്നതായിരിക്കും. വമിന റിവായത്തി റിവായത്തുകളിലുണ്ട് മാ യകൂനു ഹദഫുഹു മുജറദൽ ഇംതാഇ വത്തസ്ലിയ, കേവലം ആസ്വാദനവും ആനന്ദവും മാത്രം പ്രദാനം ചെയ്ത് അവ ലക്ഷ്യം വെക്കുന്ന നോവലുകളും നിലവിലുണ്ട്. അടുത്ത തതവ്വുറു റിവായ ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിലെ റിവായത്തിൻ്റെ ഡെവലപ്മെൻറ്റ്. تطور فن الرواية في القرن العشرين عن طريق اتصال العرب مع الغرب والأخذ بثقافتهم. അറബി നോവൽ വളർച്ച ഉണ്ടായിട്ടുള്ളത് അത് 20-ാം നൂറ്റാണ്ടിലാണെന്ന് പറയാം. പ്രത്യേകിച്ച് അറബികൾ ഗർബ് പാശ്ചാത്യരുമായിട്ടുള്ള കണക്ഷനിലൂടെ, ഇത്തിസാലിലൂടെ, അതോടൊപ്പം വല്ല അഖദി ബി സഖാഫത്തിഹിം അവരുടെ സംസ്കാരം ഇങ്ങോട്ട് എടുക്കുന്നതിലൂടെ. വൻഖസമത്തിൽ റിവായത്തുല ഖിസ്മൈനി, പ്രധാനമായി 2 ഭാഗങ്ങളായിട്ട് റിവായ വേർതിരിന്ന് കാണാൻ പറ്റും. അൽ ഖിസ്മുൽ അവൽ, ഒന്നാമത്തെ എന്താണ് റിവായ അൽ ഖയാലിയ, ഭാവനാത്മകമായ നോവലുകൾ. വഹിയ ഖിസ്സത്തുൻ, അതൊരു കഥയാണ്. ഇഖ്തറഖഹ റിവാഇ മിൻ മഖീലത്തിഹി, തൻ്റെ ബോധമണ്ഡലങ്ങളിൽ നിന്ന് നോവലിസ്റ്റ് കണ്ടെത്തി തയ്യാറാക്കുന്നവ. യഹ്ദുഫു ഫീഹ, അത് ലക്ഷ്യം വെക്കുന്നു. ഇലാ ഫിക്രത്തിൻ, ഒരു ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കാൻ. യുരീദു അൻ തസില ഇലൽ ഖാരിഇ, അതിലൂടെ ഖാരിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വമിൻ അംസാലിഹ, അതിൻ്റെ ഉദാഹരണമാണ് റിവായത്തു ഔലാദു ഹറത്തിന ലി നജീബ് മഹ്ഫൂദ്, നജീബ് മഹ്ഫൂദിൻ്റെ ഔലാദു ഹറത്തിന എന്ന നോവൽ. വ റിവായത്തു ഖിന്ദിൽ ഉമ്മു ഹാഷിം, ഖിന്ദിൽ ഉമ്മി ഹാഷിം, അത് യഹ്യ ഹഖിയുടെ ഖിന്ദിൽ ഉമ്മു ഹാഷിം എന്ന നോവൽ. വ റിവായ മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ ലി ത്വയ്യിബ് സാലിഹ്, ത്വയ്യിബ് സാലിഹിൻ്റെ മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ എന്ന നോവൽ. ഇതൊക്കെ റിവായ അൽ ഖയാലിയാണ്. മറ്റൊരു ഇനം അൽ ഖിസ്മുസാനി റിവായ അൽ ഗൈറുൽ ഖയാലിയ, ഇത് നേരെ വിപരീതമായത്. അത് ഗൈറുൽ ഖയാലിയാണ്. വഹിയ, അതായിരിക്കും റിവായ താരീഖിയ, ഒന്നുകിൽ ചരിത്ര നോവലുകളായിരിക്കും. ഔ മുആസറ, അല്ലെങ്കിൽ സമകാലിക നോവലായിരിക്കും. കാനത്ത് അഹ്ദാസുഹ മൗജൂദ, അതിൻ്റെ സംഭവവികാസങ്ങളെല്ലാം നിലവിലുള്ളതായിരിക്കും. ഐ ഇന്നഹ ഹദസത്ത് ബിൽ ഫിഇൽ, എന്ന് പറഞ്ഞാൽ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുകയായിരിക്കും. വലൈസ ബി മഖീലത്തി റിവാഇ, അത് നോവലിസ്റ്റിൻ്റെ ചിന്തകളിൽ നിന്നോ ഭാവനകളിൽ നിന്നോ രൂപപ്പെടുത്തിയെടുത്തവയാവില്ല. മിൻ അംസാലിഹ, അതിന് ഉദാഹരണമാണ് റിവായത്തു അർദുസ് സവാദ് ലി അബ്ദുറഹ്മാൻ മുനീഫ്, അബ്ദുറഹ്മാൻ മുനീഫിൻ്റെ അർദുസ് സവാദ് എന്നുള്ള നോവലൊക്കെ അതിന് ഉദാഹരണമാണ്. وتعزى أول محاولة لنقل الرواية الغربية العربية لرفاعة رافع تحتوي. അറബി ഗർബി പാശ്ചാത്യൻ നോവലുകളെ അറേബ്യൻ നോവലുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയതിൽ ഒന്നാമത്തെ വ്യക്തി അത് റഫാഅത്തു റാഫിഅ തഹ്താവിയാണ്. ഫി തർജമത്തിഹി, അദ്ദേഹം നടത്തിയ ട്രാൻസ്ലേഷൻ റിവായത്തി ഫി നിര്യൂൻ, അത് മുഖാമറാത്തു തലൈമാഖ് 1867. وتعتبر رواية സലീം അൽ ബുസ്താനി, സലീം അൽ ബുസ്താനിയുടെ നോവൽ അൽ ഹിയാമു ഫി ജിനാൻ അഷാം എന്നുള്ളതും അത് അന്നുവാത്തുൽ ഊല, ഒന്നാമത്തെ വിത്താണ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണെന്ന് പറയാം. നഷ്അത്തിൽ റിവായ അറബിയ, അറേബ്യൻ നോവലിൻ്റെ വളർച്ചയുടെ, അതാണ് അൽ ഹിയാം ഫി ജിനാൻ അഷാം എന്നുള്ള സലീം ബുസ്താനിയുടെ നോവൽ. وتظل الرواية العربية قبل الحرب العالمية الأولى على حالة من التشويش والبعد عن القواعد الفنية. ഒന്നാം ലോക മഹായുദ്ധത്തിന് തൊട്ടു മുമ്പ് വരെ അറബി നോവലുകൾ എന്നുള്ളത് അത് കലാപരമായ അതിൻ്റെ എല്ലാവിധ കായികകൾ, എല്ലാ നിയമങ്ങളിൽ നിന്നും വിദൂരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വഅഖറബ മാ തകൂനു തഅരീബ്, അതിലധികവും അറബി വൽകൃതമാക്കുക എന്ന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പാശ്ചാത്യരായി പലരും എഴുതിയതിനെ അതിൻ്റെ ഒരു അറബി പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. വൽ ഇഖ്തിബാസു ഹത്താ ദുഹൂർ റിവായത്ത് സൈനബ്, അല്ലെങ്കിൽ ഇഖ്തിബാസിൻ്റെ മേഖലയായിരുന്നു, കോട്ടിങ്സ്, അവിടുന്ന് ഇവിടുന്ന് കോട്ട് ചെയ്യുന്ന രൂപത്തിൽ. ഏതുവരെ ഹത്താ ദുഹൂർ റിവായ സൈനബ് 1914 മിലാദിയ, 1914 മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ എഴുതിയ സൈനബ് എന്ന നോവൽ രംഗത്ത് വരുന്നത് വരെ. അല്ലത്തി യക്കാദു യത്തഫിഖു നുഖാദ്, എത്രത്തോളം ആ നോവൽ അവ നാഖിദുകളെ എല്ലാവരും ഏകോപിക്കുന്ന രൂപത്തിലാണ്. അല അന്നഹ ബിദായത്തുർ റിവായ അറബിയ്യ ഫന്നിയ, കലയൊത്ത ലക്ഷണമൊത്ത അറബിക് നോവലിൻ്റെ ആരംഭം അതാണ് എന്ന കാര്യത്തിൽ. ഹൈസു ഇഖ്തറബൽ മുഅല്ലിഫു ഫീഹ, അവിടെ മുഅല്ലിഫ് സമീപിച്ചിട്ടുള്ളത് മിനൽ ബിനിയൽ ഫന്നിയൽ റിവായൽ ഗർബിയ, അതിൻ്റെ സ്ട്രക്ചറുകളെല്ലാം തന്നെ പാശ്ചാത്യൻ നോവലുകൾ സ്വീകരിക്കുന്ന ആ സ്ട്രക്ചറുകളെ സ്വീകരിച്ചു. അല്ലത്തിക്കാൻ ഫി ഔജിസ് ദിഹാരിഹ അന്താഖ്, അന്ന് അവരുടെ നോവലുകളൊക്കെ അതിൻ്റെ പ്രക്ഷോഭിതയുടെ ഏറ്റവും ഉത്തുംഗതയിലായിരുന്നു, ഔജ് ഉച്ചിയിലായിരുന്നു. വഖദ് ആലത്ത് റിവായത്തു സൈനബ് എന്ന നോവൽ അവ കൈകാര്യം ചെയ്ത് വാഖിഅ റീഫിൽ മിസ്രി, ഈജിപ്ഷ്യൻ കർഷക അവരുടെയുള്ള റിയാലിറ്റികളെയാണ്. വഹുവ അംറുല്ലം തഅലിഫുഹുൽ കുത്താബ് റിവായിയ ഖബ്ല ദാലിക്, ഇതിനു മുമ്പ് അറബി എഴുത്തുകാർക്ക് പരിചയമില്ലാത്ത ഒരു രീതിയും ഒരു ഭാഷാ ശൈലിയും ഒരു ഫന്നിയായ രൂപങ്ങളൊക്കെയാണ്
സൈനബിൽ മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ സ്വീകരിച്ചിട്ടുള്ളത്. വഅഖിബൽ ഹർബിൽ ആലമിയൽ ഊല, ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന്, വമഅ ബിദായത്തി അസ്സലാസീനിയാത്ത് മിനൽ ഖർനുൽ 20, 20ാം നൂറ്റാണ്ടിൻ്റെ 30കളുടെ ആരംഭത്തിൽ ബദഅത്തി റിവായൽ അറബിയ, അറേബ്യൻ നോവലുകൾ ആരംഭം കുറിച്ചു. തത്തഖിദു സിമതൻ അക്സറ ഫന്നിയ, അവ ഏറ്റവും അധികമായി കലകളൊത്ത രൂപത്തിൽ, വഅഅമഖ അസ്വാലത്തൻ, ആഴമേറിയ അതിൻ്റെ അസ്വാലത്തോടുകൂടെ ദൃഢതയോടുകൂടെ രംഗത്തു വരാൻ തുടങ്ങി. വക്കാനദാലിക അലായദി മജ്മുഅത്തി മിനൽ കുതാബ്, അതൊരു കൂട്ടം എഴുത്തുകാരിലൂടെയായിരുന്നു. മിമ്മൻ തഅസ്സറു ബിസ്സഖാഫൽ ഗർബിയ, അവരാകട്ടെ പാശ്ചാത്യൻ സംസ്കാരവും പാശ്ചാത്യൻ രചനകളെയും സ്വാധീനിച്ചവരാണ്. അംസാൽ ത്വഹ ഹുസൈനെ പോലെ, തൗഫീഖുൽ ഹക്കീമിനെ പോലെ, ഈസാ ഉബൈദിനെ പോലെ, അൽ മാസിനിയെ പോലെ, മഹ്മൂദ് തൈമൂറിനെ പോലെ, വഗൈറുഹും, അവരല്ലാത്തവരും. ഫഖദ് നുഖിലത്ത് റിവായത്തുൽ അർബഈനിയാത്തുൽ ഖംസീനിയാത്ത്, 50കളുടെയും 40കളുടെയും ഒക്കെ രംഗത്ത് വന്ന നോവലുകൾ എന്നുള്ളത് അവ നഖലത്ത്, അവ കൈമാറ്റം ചെയ്തു. അൽ ഇബ്ദാഅ റിവാഇയുടെ നോവലിസ്റ്റിൻ്റെ ക്രിയേറ്റിവിറ്റിയെ ഫിൽ അറബി, അറബി സാഹിത്യത്തിൽ നഖ്ല ജദീദ, പുതിയ ഒരു കൈമാറ്റം, പുതിയ ഒരു അവതരണം. ഒമിൻ അബ്റസി കുത്താബി ഹാദിഹിൽ ഫത്ര, ഈ 40-50 കാലഘട്ടങ്ങളിലെ പ്രമുഖരായ നോവലിസ്റ്റുകളായിരുന്നു അബ്ദുൽ ഹമീദ് ജൗദ സഹാറും യൂസുഫ് സബായിയും ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസും ഒക്കെ. ഇല്ല അന്ന റിവാഇ അൽ മിസ്രി, അങ്ങനെയൊക്കെയാണെങ്കിലും ഈജിപ്ഷ്യൻ നോവലിസ്റ്റായ നജീബ് മഹ്ഫൂദ് യുഅദ്ദു സയ്യിദു ഹാദൽ മൈദാൻ ഗൈറ മുദാഫിഇ, ഈ മേഖലയിലെ നോവലിസ്റ്റുകളുടെ ലീഡറായിട്ട്, സയ്യിദായിട്ട് കണക്കാക്കപ്പെടുന്നു. അതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഫരിവായത്തുഹു, മൂപ്പരുടെ റിവായ, ഖാൻ അൽ ഖലീലി, സുഖാഖുൽ മിദഖ്, അസുലാസിയ, ഈ നോവലുകളൊക്കെ തുമസ്സിലു റുഇയ ജദീദ, പുതിയ ചില വീക്ഷണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അദാഫത്ത് ഇല അജ്വാ റിവായ അവാലിമ അർഹബ വ ഔസഅ, ഏറ്റവും വിശാലമായ ഉന്നതമായ നോവലുകളുടെ ലോകം, നോവൽ എന്ന ആ ഒരു ലോകത്തിലേക്ക്, ആ ഒരു തലത്തിലേക്ക് ചേർക്കപ്പെട്ട മറ്റു പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന നോവലുകളാണ്. വഫി സിത്തീനിയാത്ത് മിനൽ ഖർനുൽ 20, 20ാം നൂറ്റാണ്ടിൻ്റെ 60കളിൽ ബദഅ നജീബ് മഹ്ഫൂദ് യുബ്ദിഉ ആലമൻ റിവായിയൻ ജദീദൻ, പുതിയ ഒരു നോവൽ ലോകം കെട്ടിപ്പടുക്കുകയായിരുന്നു. മുസ്തഖദിമൻ തഖ്നിയാത്തിൻ അക്സർ ഇബ്ദാഇൻ വഅക്സർ തഅഖീദൻ, ഈ നോവലുകൾക്ക് പരിചയമില്ലാത്ത പുതിയ ഏറ്റവും അധികമായ ടെക്നിക്കൽ മേഖലകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതോടൊപ്പം അക്സർ ഇബ്ദാഇൻ, അത് ഏറ്റവും നൂതനത്വം നിറഞ്ഞ രൂപത്തിൽ, വഅക്സർ തഅഖീദൻ, ഏറ്റവും കൂടുതൽ സങ്കീർണമായ രൂപത്തിൽ. വതഖിഫു റിവായത്തുഹു, അങ്ങനെ വരുമ്പോൾ മൂപ്പരുടെ നോവലുകൾ അല്ലിസ് വൽ കിലാബ്, അസ്സമ്മാനുൽ ഖരീഫ്, അത്വരീഖ്, അഷ്ഷഹാദ്, സർസറത്തുൻ ഫൗഖൻ നീൽ എന്നുള്ളവയൊക്കെ അവയെല്ലാം മഅലമൻ ബാരിസൻ ഫി മസിറത്തി റിവായൽ ജദീദ, പുതിയ നോവലിൻ്റെ സഞ്ചാരപാതയിലെ പുതിയ അടയാളങ്ങളാണ്. ദാലിക അന്നൽ മദാമീൻ അൽ ഇജ്തിമാഇയ്യ, അവിടെ സാമൂഹിക കണ്ടന്റുകൾ, അല്ലത്തി ഉനിയ ബിഹ മിൻ ഖബ്ലു, മുമ്പേ പരിഗണിച്ചു വന്നിരുന്ന അത്തരം സാമൂഹിക കണ്ടന്റുകൾ, അത് ഇംതസജത്ത് ബിഹ, അതിലേക്ക് മിക്സ് ചെയ്തു അല്ലെങ്കിൽ കലർന്നു വന്നു. ഫിഹാദിഹിൽ മർഹല, ഈ ഘട്ടമെത്തിയപ്പോൾ മദാമീനു ഫിക്രിയ വ ഇൻസാനിയ വ നഫ്സിയ, മനഃശാസ്ത്രപരമായ, ചിന്താപരമായ, മാനുഷികമായ കണ്ടന്റുകളൊക്കെ. ഇഹ്താജത്ത് ഇലാ ശക്ലിൻ റിവായിൻ അക്സറ ഫന്നിയ മിൻ മർഹലതിഹി സാബിഖ, ആ കണ്ടന്റുകൾക്ക് ആവശ്യമായി വന്നു ഒരു ഷക്കൽ റിവായി, നോവലിൻ്റെ ഒരു രൂപം ആവശ്യമായി വന്നു. അതും അക്സറ ഫന്നിയ, കൂടുതൽ കലാപരമായ രൂപത്തിൽ, മിൻ മർഹലതി സാബിഖ, മുമ്പുണ്ടായിരുന്ന ഘട്ടങ്ങളെക്കാളും. വഖദ് അജ്ബറത്ത് ദുറൂഫ് മാ ബഅദ ഹർബി 1967 മിലാദിയ, 1967 നടന്ന യുദ്ധാനന്തരം സാഹചര്യങ്ങൾ നിർബന്ധം ചെലുത്തി. 1967 യുദ്ധം ബൈനൽ അറബി വൽ കിയാൻ സുഹയൂനി, അറബികൾക്കും സയനിസ്റ്റുകൾക്കും ഇസ്രായേലിനുമെതിരെയുണ്ടായ യുദ്ധം, അവർക്കിടയിൽ നടന്ന യുദ്ധം. ആ യുദ്ധ സാഹചര്യം കൂടുതൽ നിർബന്ധം ചെലുത്തി. റിവാഇൽ അറബി, അറബി നോവലിസ്റ്റുകളെ, ഇല ഇആദത്തി നളർ, അവർ പുനർവിചിന്തനം നടത്താൻ, ഫി തയ്യാരി റിവായ എന്ന ആ പ്രവാഹത്തിൽ ഒരു ചിന്തക്ക് അവരെ നിർബന്ധം ചെലുത്തി. അല്ലദീ കാന സായിദൻ ഖബ്ല ഹസീമ, തകർച്ചകൾക്ക് മുമ്പ് ഉയർന്നു നിന്ന ഒരു മേഖലയായിരുന്നു നോവലിൻ്റെ മേഖല. അങ്ങനെ ഫളഹറത്ത് മിൻ സമ്മ അൻമാത്തുൻ റിവായിയ ജദീദ, ഇതിനെ തുടർന്ന് പുതിയ നോവലിൻ്റെ മോഡലുകൾ രൂപം കൊണ്ടു. ഫിഹ, അതിൽപ്പെട്ടതാണ് സൗറത്തുൻ അലൽ അസാലിബി തഖ്ലീദിയ, പൗരാണിക സാമ്പ്രദായിക ശൈലികൾക്കെതിരെയുള്ള വിപ്ലവങ്ങൾ. ഏതുപോലെ കൽ ഹുബ്ക വൽ ബത്തൽ വസ്സർദ്,
അതിൻ്റെ ഹുബ്ക പ്ലോട്ട്, അതിൻ്റെ ഇതിവൃത്തം, വൽബത്തൽ അവിടുത്തെ ഹീറോ, വസ്സർദ് താരീഖി ചരിത്രപരമായിട്ടുള്ള ആഖ്യാനങ്ങൾ, ഇതുപോലെയുള്ള പരമ്പരാഗത രീതികൾക്കെതിരെ വിപ്ലവം പ്രഖ്യാപിച്ചുകൊണ്ട് നോവലുകൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയായിരുന്നു. വക്കാലത്തിൽ നജീബ് മഹ്ഫൂദ് ഇലാഫ ലാ തുൻകർ ഫി ഹാദിഹിൽ മർഹല, ഈ ഘട്ടത്തിൽ നജീബ് മഹ്ഫൂദിന് എടുത്തു പറയേണ്ട അല്ലെങ്കിൽ നിഷേധ്യമായ ചില പങ്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ظهر بعد ذلك جيل آخر من الروائيين العرب, ഈ തലമുറയ്ക്ക് ശേഷം പുതിയ ഒരു തലമുറ രംഗത്ത് വന്നു, നോവലിസ്റ്റുകളായിട്ടുള്ള. സുമ്മിയ ബിൽ ഹദാസിയീൻ, അവർ മോഡേണിസ്റ്റുകൾ എന്ന് അറിയപ്പെടുന്നു. ഖറജു അല റുഇയ റിവായ തഖ്ലീദിയ വ തഖ്നിയതിഹ, നിലവിലുള്ള പരമ്പരാഗത നോവലിൻ്റെ കാഴ്ചപ്പാട്, അതിൻ്റെ ടെക്നിക്സ്, ഇതിനെതിരെ അവർ ഇറങ്ങി പുറപ്പെട്ടു. വഅല ഐദിഹ ഉലഇൽ കുതാബ്, അത് ചില എഴുത്തുകാരുടെ കരങ്ങളിലൂടെയായിരുന്നു. മിസ്ലു സന അല്ലാ ഇബ്രാഹിം, ഹന്ന മീന, ജമാൽ അൽ ഗൈഥാനി, ഇദ്വാർ അൽ ഖറാത്ത്, തൊയ്യിബ് സാലിഹ്, ബഹാ താഹിർ, എമീൽ ഹബീബി, അത്താഹിർ വത്താർ, അബ്ദുറഹ്മാൻ മുനീഫ് വഗൈറുഹും, ഇവരൊക്കെ ആ ഒരു സംഘത്തിൽപ്പെടുന്ന ആളുകളാണ്. അവരിൽ അല്ലാത്തവരും ലഹറത്ത് റുഇയ റിവഇയ, മറ്റൊരു നോവൽ കാഴ്ചപ്പാടുണ്ടായിത്തീർന്നു. തഹ്മിലു തിജാഹാത്തി മുആസിറ വഹദാസിയ അൽ മുഖ്തലിഫ, വ്യത്യസ്ത മോഡേൺ ട്രെൻഡുകളും ആധുനിക ട്രെൻഡുകളുമെല്ലാം തന്നെ നോവലുകളിൽ വഹിച്ചു കൊണ്ടുവരണമെന്ന പുതിയ കാഴ്ചപ്പാട്. മിൻ അഹമ്മി സിമാത്തിഹ, ഇതിലേറ്റവും സവിശേഷമായ കാര്യമെന്ന് പറയുന്നത് അനൽ ഖിതാബ് റിവാഇ തജാവസുൽ മഫാഹിം തഖ്ലീദിയ, നോവൽ അഭിസംബോധന ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ നോവലിസ്റ്റിൻ്റെ അഭിസംബോധന എന്നുള്ളത് അത് പരമ്പരാഗതമായ രീതിക്ക് അപ്പുറം കടക്കണം. ഹൗല റിവായക്ക് ചുറ്റുമുണ്ടായിരുന്ന പരമ്പരാഗത രീതി അതിനപ്പുറം വേണം. വതദാഖല തസാലീബുഹ മഅ തദാഖുലാത്തിൽ ആലമിൽ ഖയാലി വസ്സൂഫി വൽ വാഖഇ വത്താരീഖി, അങ്ങനെ അതിൻ്റെ ശൈലിയിലേക്ക് മറ്റു ചില ഭാവനാ ലോകങ്ങളും സൂഫി ലോകങ്ങളും അതുപോലെ ചരിത്ര യാഥാർത്ഥ്യ റിയൽ ഭാഗങ്ങളെല്ലാം മിക്സ് ചെയ്ത് ഇടകലർന്നുകൊണ്ടുള്ള ശൈലികൾ അവർ സ്വീകരിക്കുകയുണ്ടായി. മിമ്മ ജഅലഹ, ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ വാക്കി തീർത്തു അക്സറത അഖീദൻ, ആ നോവലുകൾ ഏറ്റവും അധികമായ സങ്കീർണമായ രൂപത്തിൽ, വഅമഖ തർകീബൻ, അതിൻ്റെ സ്ട്രക്ചർ ഏറ്റവും സ്ട്രോങ് ആയി ആഴമേറിയതായി, സവാഅൻ ഫി ഹുബ്കതിഹ ഔ ശുഖൂസിഹ, അതിന് അവരുടെ കഥാപാത്രങ്ങളുടെ വിഷയങ്ങളാവട്ടെ അവിടെയുള്ള ഇതിവൃത്തങ്ങളുടെ വിഷയമാവട്ടെ, അത് കൂടുതൽ സങ്കീർണവും കൂടുതൽ ആഴമേറിയ രൂപത്തിലേക്ക് മാറ്റം വരുന്നത് കാണാൻ സാധിക്കും. ഇനി അൽ തിജാഹത്തുൽ ഹദീസ് ഫിൽ റിവായത്തുൽ അറബിയ, അറബി നോവലുകളിലെ ആധുനിക ട്രെൻഡുകൾ എന്തൊക്കെയാണ്? ഇത്തസല കുത്താബ് ബിൽ റിവായത്തുൽ റൊമാൻസിയൽ ഗർബിയ അൻ തുരീഖി തർജമ, ട്രാൻസ്ലേഷൻ്റെ വഴിയിലൂടെ പാശ്ചാത്യൻ റൊമാൻറ്റിസം എന്ന റൊമാൻറ്റിക് ഡ്രാമകളുമായിട്ട് അറേബ്യൻ എഴുത്തുകാർക്ക് ബന്ധമുണ്ടായി. അവർ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അത് മനസ്സിലാക്കുകയുണ്ടായി. തിൽക്കൽ ആസാറു അവ്വലൻ, അതായിരുന്നു ആദ്യം അവർ സ്വീകരിച്ച വഴി അല്ലെങ്കിൽ അവർ സ്വാധീനിച്ച കാര്യം. സുമ്മത്ത് എലീഫ്, പിന്നെ അവർ രചിക്കാൻ തുടങ്ങി. വലിയ ബുദാഉ, അവർ പ്രീതിയത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അലാ മിൻവാലിഹ, അതേ സ്റ്റൈലും രീതിയും സ്വീകരിച്ചുകൊണ്ട്. ഇല്ല അന്ന സിമാത്ത റിവായ തഖ്ലീദിയ തുൽഹിറു ബിവുദൂഹിൻ ഫി അമാലിഹി മിൻ നാഹിയത്തിൽ ഉസ്ലൂബി അസ്ർദി തഖ്ദീരി, അങ്ങനെയൊക്കെയാണെങ്കിലും അവർ ആഖ്യാന റിപ്പോർട്ടിംഗ് രീതിയിലുള്ള ആഖ്യാനവും അതോടൊപ്പം തന്നെ ശൈലിയുടെ മേഖല നോക്കിയാലെല്ലാം തന്നെ ആ പരമ്പരാഗത രീതി അവിടെ തന്നെ അവരുടെ രചനകളിൽ കാണുമായിരുന്നു. റൊമാൻസി ഫിൽ റിവായ അറബിയ, ഇങ്ങനെ ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടാണ് അറേബ്യൻ നോവലുകളിൽ റൊമാൻറ്റിസം എന്ന ട്രെൻഡ് രംഗത്ത് വരുന്നത്. അത് തജല്ല ദാലിക ഫി അഅമാലി മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി, പ്രത്യേകിച്ച് മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തിയുടെ വർക്കുകളിലൊക്കെ അത് കാണാൻ സാധിക്കും. ഹൈക്കലിൻ്റെയും സ്വാഹിബ് റിവായ സൈനബ് എന്ന റിവായയുടെ വ്യക്തിയായ അത് എഴുതിയ ഹൈക്കലിൻ്റെയും വജുബ്രാൻ റൈഹാനി ഇവരുടെയൊക്കെ നോവലുകളിൽ അത് പ്രകടമായി കാണാൻ സാധിക്കും. വഖദ് ഇസ്തമറത്ത് ഹാദിഹി നസ്അ, ഈ ഒരു ട്രെൻഡ് അതിങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. ഫത്രത്തൻ മിന സമൻ, ഒരു നീണ്ട കാലം വരെ. ഇല അൻ ലഹറത്ത് ഇസ്റഹ അഅമാൽ ഉഖ്റ, മറ്റു ചില വർക്കുകൾ രംഗത്ത് വരുന്നവരെ. ഏതുപോലെ ഇഹ്തമത്ത് ബിത്തർജമ ദാതിയ, ട്രാൻസ്ലേഷൻ അങ്ങേറ്റം പരിഗണിക്കുന്നത് വരെ. വദാലിക അന്ന റുവാദ് അൽ-ലവാഇൽ ഇസ്തദമു ബിഅഖബാത് കസീറ ഫി മുഹാവലാതിഹി ലിഖൽഖി നൗഇൻ റിവായിൻ, ഒരു റിവായി എന്ന ഒരു നോവലിസ്റ്റ് എന്ന ഇനത്തിൽ അവരുടെ ശ്രമം നടക്കുന്നിടത്ത് കൂടുതൽ അഖബകൾ, കൂടുതൽ പ്രതിസന്ധികളെ താണ്ടിക്കടക്കാനും അവ തകർക്കുവാനും ഉണ്ടായ ഒന്നാമത്തെ ശ്രമം അവിടെയാണ് എന്ന് പറയാൻ പറ്റും. അമിൻ അഅമാലി ഹാദൽ ഇത്തിജാഹ്, ഈ ട്രെൻഡ് അമിൻ അഅലാമി ഹാദൽ ഇത്തിജാഹ്, ഈ ഒരു ട്രെൻഡിൽ മുന്നോട്ട് പോയ പ്രമുഖരിലാണ് പെട്ട ആളുകളാണ് ത്വഹാ ഹുസൈൻ, അദ്ദേഹം സ്വാഹിബുൽ അയ്യാം എന്ന കൃതിയുടെ രചയിതാവായ അൽ മാസിനി, സ്വാഹിബ് ഇബ്രാഹിം അൽ ഖാത്തിബിൻ്റെ ഉടമയായ അൽ മാസിനി, തൗഫീഖുൽ ഹക്കീം സ്വാഹിബ് ഔജത്തുർ റൂഹിൻ്റെ കർത്താവായ തൗഫീഖുൽ ഹക്കീം ഒക്കെ ഈ രംഗത്തുള്ള ആളുകളാണ്. വൽ ഗായത്തു മിൻ ഹാദിഹി റിവായത്ത് ദാതിയ ഇബ്റാസ് അശ്ശഖ്സിയ വൽ ഇർതിബാതു ബിൽ വാഖിഅ. വൽ ഗായത്തു മിൻ ഹാദിഹി റിവായത്ത് ദാതിയ, അപ്പോൾ ഈ നിലക്കുള്ള ബയോഗ്രഫി എന്ന രൂപത്തിലുള്ള റിവായകൾ
അല്ലെങ്കിൽ ഷഖ്സിയാത്തിനെ പറ്റിയുള്ള അത്തരം റിവായത്തുകളുടെ ലക്ഷ്യം തന്നെ ഇബ്രാസു ഷഖ്സിയ, ഓരോ വ്യക്തിയെ അവരുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരലാണ്, ഇബ്രാസാണ്. വലിയ ഇർത്തിബാത്ത് ബിൽ വാഖ്, അവ റിയാലിറ്റിയുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളവ ആ കണക്ഷൻ പുറത്തു കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ ചിത്രീകരിക്കുന്ന രൂപത്തിലായിരുന്നു. വൈന്ദ മസലത്തിൽ റിവായ റബിയ ഫത്രത്തി സലസിനിയാത്ത്, 30കളുടെ കാലഘട്ടങ്ങളിലേക്ക് അറബിക് നോവലുകൾ എത്തിയ സമയത്ത് ഇത്തരത്തിൽ നഹ്വൽ വാഖഇയ്യ, അത് റിയലിസം എന്ന കാഴ്ചപ്പാടിലേക്ക് ആ ട്രെൻഡിലേക്ക് അവ നീങ്ങുന്നത് കാണാൻ പറ്റും. മുതഅസ്സിറത്തൻ ബി സഖാഫ വൽ ഫിക്ർ അൽ ഔറൂബി, യൂറോപ്യൻ ചിന്തകളെയും സംസ്കാരത്തെയും സ്വാധീനിച്ചുകൊണ്ടാണ്. മിൻ നമാദിജി ഹാദൽ ഇത്തിജാഹ്, ഈ ട്രെൻഡുകൾക്ക് എഴുതിയിട്ടുള്ള, ഈ ട്രെൻഡുകൾ അനുസരിച്ച് എഴുതിയിട്ടുള്ള നോവലുകൾക്ക് ഉദാഹരണമാണ് അഅ്മാൽ ത്വഹ ഹുസൈൻ എഴുതിയവ, മഹ്മൂദ് തൈമൂർ, തൗഫീഖുൽ ഹക്കീം, അബ്ദുറഹ്മാൻ ഷർഖാവി ആരാണ് സാഹിബ് റിവായ അൽ അർദ് എന്ന നോവലിൻ്റെ കർത്താവായിട്ടുള്ള നജീബ് മഹ്ഫൂദ്, സാഹിബ് റിവായത്ത് ഖാൻ അൽ ഖലീലി, സുഖാഖ് അൽ മുദഖ് ബൈൻ അൽ ഖസ്റൈൻ, ഇതൊക്കെ എഴുതിയുള്ള നജീബ് മഹ്ഫൂദിനെ പോലെയുള്ള. വൽഗായതു ഇൻദ അസ്ഹാബി ഹാദൽ ഇത്തിജാഹ്, ഈ ഒരു ട്രെൻഡ് സ്വീകരിക്കുന്ന വ്യക്തികളുടെ ലക്ഷ്യം അൽ വഅദുൽ ഇജ്തിമാഇയ്യ ബിസ്സിയാസി, രാഷ്ട്രീയം അല്ലെങ്കിൽ സാമൂഹികമായ ചില ഉപദേശം നൽകുക എന്നതാണ്. വത്തഅരീദ് ബിൽ ആദാത്ത് വൻ നഖ്ദുൽ ഇജ്തിമാഇ, സാമൂഹിക നിരൂപണവും അതുപോലെ സാമ്പ്രദായിക രീതികൾക്കെതിരെയുള്ള അവരുടെ വീക്ഷണങ്ങൾ പറയലും അവ തുറന്നു കാട്ടലുമാണ്. അമിനൽ ഇത്തിജാഹത്തിൽ ഉഖ്റ ലിറിവായൽ അറബിയൽ ഹദീസ, ആധുനിക കാലഘട്ടത്തുണ്ടായിട്ടുള്ള മറ്റൊരു നോവലിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് അൽ ഇത്തിജാഹുൻ നഫ്സി, അത് മനഃശാസ്ത്രപരമായ ചില പ്രവണതകളാണ്. വഖദ് തുസമ്മി ഫി റിവായൽ അറബിയ ബി തയ്യാർ അൽ വഇ ഔ ഖിസ്സത്തുൽ ഹിവാർ അൽ ഫർദി അസ്വാമിത് അൽ ഖിസ്സ അൽ തഹ്ലീലിയ, ചില ഘട്ടങ്ങളിൽ അറബിക് നോവലുകളിൽ പേര് വിളിക്കപ്പെടാറുണ്ട് ബി തയ്യാർ അൽ വഇ, അവബോധന പ്രക്രിയ അല്ലെങ്കിൽ അതിൻ്റെ പ്രവാഹം, അല്ലെങ്കിൽ ഖിസ്സത്തുൽ ഹിവാർ അൽ ഫർദി അസ്വാമിത്, നിശബ്ദമായ വ്യക്തിയുടെ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയുടെ സംഭാഷണ മേഖല, അല്ലെങ്കിൽ അവരുടെ ഹിവാറിൻ്റെ ഖിസ്സ, അല്ലെങ്കിൽ അൽ ഖിസ്സ അൽ തഹ്ലീലിയ, അപഗ്രഥന കഥകൾ, ഈ രൂപത്തിലൊക്കെ പേര് വിളിക്കപ്പെടുന്നു. തയ്യാറുൽ വഇ എന്ന് പറഞ്ഞാൽ ഹിയ തഖ്നിയ, അതൊരു ടെക്നിക്സാണ്. അത് സർദിയ, ആഖ്യാന രൂപമാണ്. ഫി ഫന്നി റിവായ കലകളിലെ തെഹ്ദുഫു ഇല തഖ്ദീമുൽ അഫ്കാർ, അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ തയ്യാറുൽ വഇയിൽ തഖ്ദീമുൽ അഫ്കാറാണ്, ചിന്തകൾ അവതരിപ്പിക്കുക. വൽ മശാഇർ, ഫീലിങ്സുകൾ. വത്തസവുറാത്ത് ദാഖിലിയ, ആന്തരികമായ ചില കാഴ്ചപ്പാടുകൾ. ലിശഖ്സിയാത്ത്, ആരെ പറ്റിയുള്ള, കഥാപാത്രങ്ങളെ പറ്റിയുള്ള, അതൊക്കെ ബിശക്ലിൽ മുബാശർ, ഡയറക്റ്റായിട്ട്. കമാ തദ്ഫഖു ഫി അദ്ഹാനിഹിം, അതോടൊപ്പം അവരുടെ ബുദ്ധികളിൽ ഉണ്ടായിത്തീരുന്നവ എന്തൊക്കെയാണോ അതൊക്കെ പറയുന്ന പോലെ. തസ്തനിദു ഹാദിഹി തഖ്നിയ ഇല മുഹാക്കാത്ത്, ഇത് ഈ ഒരു ടെക്നിക്സ് അത് അവലംബിക്കുന്നത് അനുകരണ രീതിയാണ്. തദ്ഫഖു അൽ വഇ ദാഖിലി ഷഖ്സിയ, കഥാപാത്രമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിയുടെ ഉള്ളിലുള്ള ബോധത്തെ അനുകരിക്കുക, അതിൽ അവിടെ വരുന്ന സാധനങ്ങളെ അനുകരിച്ചുകൊണ്ട് എഴുതുക. മിമ്മ യസ്മഹു ലിൽ ഖാരി, വായനക്കാരന് സാധ്യമാകും ബിൽ ഇത്തിലാഇ അൽ അമലിയാത്തിൽ ഫിക്രിയ, എന്തൊക്കെയാണ് ചിന്താ പ്രോസസ്സുകൾ, വൻ നഫ്സിയ, മാനസികമായ പ്രക്രിയകൾ എന്തൊക്കെ, അല്ലതി തമുറു ബിഹ ഷഖ്സിയാത്തു, ഈ കഥാപാത്രങ്ങൾ കടന്നു പോകുന്ന മാനസിക ചിന്താ പ്രക്രിയകൾ എന്തൊക്കെയാണ്, അതൊക്കെ വായനക്കാരന് മനസ്സിലാക്കാനും അവലേക്ക് പഠിക്കാനും തിരിച്ചറിയാനും കഴിയുന്ന രൂപത്തിൽ. അല്ലതി തമുറു ബിഹ ഷഖ്സിയത്തു ബിശക്ലിൻ അഫവിയ്യിൻ വഗൈറു മുനല്ലമിൻ, അതും ഷക്കിൽ അഫവി, അത് പൊടുന്നനെയുള്ള സ്പൊണ്ടനൗസ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യവസ്ഥാപിതമല്ലാത്ത രൂപത്തിൽ ഓരോ കഥാപാത്രം അഭിമുഖീകരിക്കുന്ന. ഗാലിബൻ ദൂന തദഖുലി മിന റിവാഇ അൽ ഖാരിജി, മറ്റു പുറമേ നിന്നുള്ള ഒരു സംഗതികളും ഉൾക്കൊള്ളാത്ത രൂപത്തിൽ തന്നെ ആന്തരികമായിട്ടുണ്ടാകുന്ന ഈ രൂപത്തിൽ ഉപയോഗപ്പെടുന്ന ഒരു ടെക്നിക്സാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുഅ്തബറു ഹാദിഹി തഖ്നിയ വസീല ഫഅല ലിതഅമീഖി ഫഹ്മി ഷഖ്സിയാത്ത്, ഓരോ കഥാപാത്രങ്ങളെയും ആഴത്തിൽ ഗ്രഹിക്കുവാനുള്ള ക്രിയാത്മകമായ മാർഗമായിട്ട് ഈ ടെക്നിക്സിനെ പരിഗണിക്കപ്പെടുന്നുണ്ട്. വ ഇദ്ഹാർ തഅഖീദാത്തി ദാഖിലിയ തഅഖീദത്തിഹ അദ്ദാഖിലിയ, ഓരോ കഥാപാത്രത്തിൻ്റെയും ആന്തരികമായ സങ്കീർണതകളെ പുറത്തു കൊണ്ടുവരാനുള്ള ടെക്നിക്സായിട്ടും. ഹൈസു യതീമു തസ്വീർ അൽ അഫ്കാർ, ഇതിലൂടെ ചിന്തകളെ ചിത്രീകരിക്കാൻ സാധിക്കുന്നു. വൽ ഖിബ്റാത്തുൽ ഹിസ്സിയ, പരമായിട്ടുള്ള അനുഭവേദ്യമായ അനുഭവങ്ങളെയും വദ്ദിക്രിയാത്ത്, ഓർമ്മകളെയൊക്കെ സ്മരണകളെയൊക്കെ ചിത്രീകരിക്കാൻ സാധിക്കുന്നു. ബിത്വരീഖത്തിൻ, ഒരു മാർഗത്തിലൂടെ, തബ്ദു തബീഇയ്യ വതിൽഖാഇയ്യ, അത് നാച്ചുറായിട്ട് അതുപോലെ തന്നെ കൃത്രിമത്വമില്ലാതെ അത് തന്നെ വായനക്കാരിലേക്ക് ആ ഒരു ആശയത്തെ കൈമാറാൻ സാധിക്കുന്നു. യുസ്തഖ്ദമു തയ്യാറുൽ വഇ, ഈ തയ്യാറുൽ വഇ എന്നുള്ള ഈ ഒരു സംഗതി ഉപയോഗിക്കപ്പെടുന്നത് ബിശക്ലിൻ വാസിഇൻ ഫിൽ അദബിൽ ഹദീസ്, ആധുനിക സാഹിത്യത്തിൽ വിശാലമായ അർത്ഥത്തിലാണ്. വയുഅ്സി അൽ ഫദ്ൽ ഫി തത്വീരിഹി വസ്തിഖ്ദാമിഹിൽ ബാരിസി ഇലാ കുറ്റാബ്, വയുഅ്സിൽ ഫദ്ലു ഫി തത്വീരിഹി, ഇത് വളർത്തിക്കൊണ്ടുവരുന്നതിലുള്ള ഫദ്ൽ എത്തിച്ചേരുന്നത്, വസ്തിഖ്ദാമിഹിൽ ബാരിസ്, അവ ഉപയോഗിക്കുന്നിടത്ത് അതിൻ്റെ ഒരു ശ്രേഷ്ഠത, ഈ ഒരു ടെക്നിക്സ് ഉപയോഗിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ക്രെഡിറ്റ് അത് ചെല്ലുന്നത് ഇലാ കുറ്റാബ്
എഴുത്തുകാരായ മിസ്ല ജെയിംസ് ജോയ്സ് ഫി റിവായത്തിഹി യുലിസീസ്, അതേപോലെ ഫർജീൻ വിലോഫ് ഫി റിവായത്തിഹ മിസ്ല സയ്യിദ് ഡാൽവിയെ. ഇത്തരം നോവലുകളൊക്കെ എഴുതിയ ആളുകളിലേക്കാണ് അതിൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ചെല്ലുന്നത്. എന്നാൽ ഫിർ റിവായൽ അറബിയ, അറബി നോവലുകളിൽ യുഅ്തബറു തയ്യാറുൽ വഅി അയ്ദൻ, ഈ പറയുന്ന തയ്യാറുൽ വഅി എന്നുള്ളത് മിന തഖ്നിയാത്തിൽ അദബിയ്യൽ മുഹിമ്മ, സുപ്രധാനമായ ഒരു ടെക്നിക്സ് തന്നെയാണ്. അല്ലത്തി ഇസ്തഖദമഹ ബഅദു മിന റിവായിൻ, ചില നോവലിസ്റ്റുകൾ അവ ഉപയോഗിച്ചു. ലിൽഹാറിൽ ബുഅദിൻ നഫ്സി വദ്ദാഖിലി ലിശഖ്സിയാത്തിഹിം, അവരുടെ കഥാപാത്രങ്ങളുടെ ആന്തരികവും മനഃശാസ്ത്രവുമായ തലങ്ങളെ, ഡിമെൻഷുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. മിമ്മ യുദീഫു ഇല നുസൂസ് ബുഅദൻ അമീഖൻ മുഅഖദൻ, അതാവട്ടെ അവരുടെ ടെക്സ്റ്റുകൾക്ക്, അവരവതരിപ്പിക്കുന്ന ആ ടെക്സ്റ്റുകൾക്ക് ആഴമേറിയ സ്വാധീനവും ആഴമേറിയ സങ്കീർണതയും ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വയക്കിസുൽ ഹാലൻ നഫ്സിയൽ ഫിക്രിയൽ മുജ്തമഅൽ അറബി, അതാവട്ടെ അറബി സമൂഹത്തിൻ്റെ ചിന്ത, മാനസിക അവസ്ഥയെ ചിത്രീകരിക്കുന്ന പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുമാണ്. മിൻ അഅ്ലാമി ഹാദൽ ഇത്തിജാഹ്, ഈ മേഖലയിലെ പ്രസിദ്ധരായ പ്രമുഖരാണ് ഈസ ഉബൈദ് സാഹിബ് സുറയ്യ, സുറയ്യയുടെ കർത്താവായ ഈസ ഉബൈദ്, മഹ്മൂദ് തൈമൂർ, താഹിർ ലാഷീൻ സാഹിബ് ഹവ്വ ബില ആദം, ഹവ്വ ബില ആദം എന്ന താഹിർ ലാഷീൻ്റെയും അത് എഴുതിയ താഹിർ ലാഷീനും, അൽ അഖാദ് സാഹിബ് റിവായ സാറയുടെ കർത്താവായ അഖാദ് വൽ മാസിനി വഗൈറുഹും. അമ്മൽ ഇത്തിജാഹുർ റംസി, മറ്റൊരു ട്രെൻഡാണ് സിംബോളിക് എന്നുള്ള സംഗതി. ഫി റിവായൽ അറബിയ, അറബി സാഹിത്യത്തിൽ. ലഹറ മുതഅഖിറൻ, അത് പിൽക്കാലത്തുണ്ടായതാണ്. അനിൽ ഇത്തിജാഹ് റൊമാൻറ്റിക്സം എന്ന ട്രെൻഡിനെ തുടർന്ന് ശേഷമുണ്ടായതാണ്. വഹുവ ലഹറ ഫി ബഅദി അഅ്മാലിൽ കുത്താബിൽ അറബ്, ചില എഴുത്തുകാരിൽ അവ രംഗത്ത് വന്നിട്ടുണ്ട്. മിൻ അംസാലി യഹ്യ ഹഖി, നജീബ് മഹ്ഫൂദിനെ പോലെയുള്ള. നജീബ് മഹ്ഫൂദ് ആരാണ്? സാഹിബ് റിവായത്തുൽ ലിസ്വൽ കിലാബ്, അഷ്ഷഹാദ്, ഔലാദ് ഹാറത്തിന, അസ്സമ്മാൻ ഖരീഫ്, അത്വരീഖ്, ഇതൊക്കെ എഴുതിയ ആളാണ് നജീബ് മഹ്ഫൂദ്. അമൽ ജദീർ ബിദ്ദിക്ർ, എടുത്തു പറയേണ്ട കാര്യമാണ് അന്ന റംസി അൽ മഹ്ല, തനിച്ച സിംബോളിസം എന്നുള്ളത് അല ത്വരീഖത്തിൽ ഗർബിയീൻ, അത് അവട്ടെ പാശ്ചാത്യരുടെ വഴിയാണ്. നാദിറ ഫിർ റിവായത്തിൽ അറബിയ, അവർ ആ രൂപത്തിൽ തനിച്ച സിംബോളിസം ഉപയോഗിക്കുക എന്നുള്ള രീതി അറബികളുടെ റിവായകളിൽ കുറവാണ്. വലിത്തിജാൽ ഇജ്തിമാഇ ഫിർ റിവായൽ അറബിയ, അറബി നോവലുകളിലെ സാമൂഹിക ട്രെൻഡുകൾ ഇഖ്തറബിൽ ഇത്തിജാഹാത്തിൽ ഉഖ്റ, അത് ഒറ്റയ്ക്കുള്ളതല്ല, മറ്റു ട്രെൻഡുകളോട് ഒന്നിച്ചു വരുന്നതാണ്. വക്കാന കുത്താബുൽ മഹിജർ എഴുത്തുകാർ മിൻ അബ്റസിൽ ലദീന സാഹമു ഫി തക്വീനി ഹാദൽ ഇത്തിജാഹ്, ഈ ട്രെൻഡ് രൂപപ്പെടുത്തിയെടുക്കുന്നിടത്ത് ഭൂരിഭാഗമായ അല്ലെങ്കിൽ ഉന്നതമായ പങ്കുവഹിച്ചവർ മഹിജർ എഴുത്തുകാരാണ്. ഇത് സവ്വറു അൽ കസീറ മിനൽ മശാക്കിൽ ഇജ്തിമാഇയ്യ, കാരണം അവർ സാമൂഹിക പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പ്രോബ്ലംസിനെയും ധാരാളമായി ചിത്രീകരിച്ചു. വത്തഖാലീദ ശഅബിയ്യ, സാമൂഹികമായിട്ടുള്ള മറ്റു സാമ്പ്രദായിക രീതികളെയും. വമിൻ അബ്റസി അസ്ഹാബി ഹാദൽ ഇത്തിജാഹ്, ഇതിൽ പ്രമുഖരാണ് മിഖായിൽ നുഐമ, ഖറമുൽ ഖറം, ഈ പറയുന്ന ആളുകളൊക്കെ ഇതിൽ പ്രമുഖരാണ്. ഹാദിഹി കാനത്ത് അഹമ്മുൽ മഹാവിർ അല്ലത്തി തനാവലത്ഹാ അർ-റിവായത്തുൽ അറബിയ്യ ഖബ്ല അസ്-സബഈനിയാത്ത്, 70കൾക്ക് മുമ്പ് അറബി നോവലുകൾ കൈകാര്യം ചെയ്ത ഏറ്റവും പ്രമുഖമായ മേഖലകൾ ഇപ്പറയപ്പെട്ടവയാണ്. വഖദ് വറത്ത് റിവായൽ അറബിയ ഫി ഫത്രത്തി സബഈനിയാത്ത്, 70കളുടെ ഘട്ടങ്ങളിൽ അറബിക് നോവലുകൾ വന്നിട്ടുണ്ട്. വമാ ബഅദഹ, അതിനുശേഷവും ഇലാ മർഹലത്തിൻ ജദീദ, പുതിയ ചില ഘട്ടങ്ങൾ താണ്ടിക്കടന്നിട്ടുണ്ട്. തനവ്വഅത് ഇലാ ഹദ്ദിൻ കബീർ, അത് ഒരു പരിധിവരെ വൈവിധ്യങ്ങളാണ്. മിൻ നാഹിയത്തിൽ അസാലീബ്, ശൈലികൾ പരിഗണിച്ചാലും, വസ്സർത്ത്, അതിൻ്റെ ആഖ്യാന രീതി പരിഗണിച്ചാലും, വത്തഖല്ലുസ് മിനൽ അസസ് അത്തഖ്ലീദിയ്യ ലിസ്സർത്ത്, ആഖ്യാന രീതിക്ക് സാമ്പ്രദായികമായി സ്വീകരിച്ചിരുന്ന അടിസ്ഥാനങ്ങളിൽ നിന്നുള്ള മോചനങ്ങളെ പരിഗണിച്ചാലും, കല അറദ്, അവതരണത്തിലാണെങ്കിലും, വൽ ഉഖ്ദ, അതിൻ്റെ പിന്നെ ഇതിവൃത്തമാണെങ്കിലും, വൽ ഹല്ല്, അതിലെ സൊല്യൂഷനാണെങ്കിലും, കമാ തഖദ്ദമത് കസീറൻ മിൻ ഫി തഹ്യീൽ വത്തസ്വീർ, അത് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ രൂപീകരണ ചിത്രീകരണ മേഖലകളൊക്കെ. മിൻ നാഹിയത്തിൽ മദ്മൂൻ, അതിൻ്റെ കണ്ടന്റ് എടുത്ത് നോക്കിയാൽ ഐദൻ ഹാവലത് ഇസ്തിആബ ജമീഅ അത്തഹവുലാത്ത് അല്ലത്തി ഹദസത് ഫിൽ മുജ്തമഅൽ അറബി മഅൽ ഖുറൂജ് അൻ താബിഅ അൽ മഹല്ലിയ, സാമ്പ്രദായികമായ പ്രാദേശികമായ അതിൻ്റെ അറബികളുടെ പൈതൃകത്തിൽ നിന്ന് പുറത്തു കടന്ന പുതിയ സാഹചര്യത്തിൽ പുതിയ അന്തരീക്ഷത്തിലുണ്ടായ എന്തൊക്കെ മാറ്റങ്ങളുണ്ടോ ആ മാറ്റങ്ങളെല്ലാം ഈ പറയപ്പെട്ട 70കൾക്ക് ശേഷമുള്ള നോവലുകളുടെ കണ്ടന്റിലും സ്വീകരിച്ചിട്ടുണ്ട്. വതനാവുൽ ഹബിത്ത സ്വീർ, അവകളെല്ലാം അത് സ്വീകരിച്ചു, അവയെല്ലാം ചിത്രീകരണ രൂപത്തിൽ അവതരിപ്പിച്ചു. വത്തംസീൽ, അവയെല്ലാം ഒരു ഡ്രാമ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അയിന മക്കാനത്ത് വഖഅത്ത്, എവിടെ സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്നെല്ലാം പരിഗണിച്ചുകൊണ്ട്. ലിദാലിക ഇഹ്തമ്മത് ബിൽ ഹമ്മിൽ ഖൗമി, അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ദേശീയതയുടെ വികാരങ്ങളെയെല്ലാം അവ പരിഗണിച്ചിട്ടുണ്ട്. വസ്സിറാഇ തബഖി, അവിടെയുള്ള സമൂഹങ്ങൾ തമ്മിലുള്ള
തട്ടുകൾക്കനുസരിച്ച് നടക്കുന്ന സംഘടനകൾ, വൽ ഖളായ സിയസിയ രാഷ്ട്രീയ ഇഷ്യൂകൾ, വൽ ഹുർരിയ വത്തഹറുർ സ്വാതന്ത്ര്യവും സ്വതന്ത്രവാദവും തുടങ്ങിയവയെല്ലാം ആ ഒരു 70കൾക്ക് ശേഷമുള്ള നോവലുകളിൽ ഉണ്ടായിട്ടുണ്ട്. മിൻ അഅ്ലാമി റിവായ അൽ അറബിയ്യ ഫി സബഈനിയാത്ത് വ ബഅദഹ 70കൾക്ക് ശേഷവും 70കളിലൊക്കെ ഉണ്ടായിട്ടുള്ള എഴുത്തുകാർ പ്രമുഖരാണ്. ജബ്ര ഇബ്രാഹിം ജബ്ര ഫിലസ്തീനിയാണ്, ഗസ്സാൻ കൻഫാനി ഫിലസ്തീനിയാണ്, ഹന്നാമീന സുറിയാണ്, ഖാദത്തു സമ്മാൻ സുറിയാണ്, അബ്ദുറഹ്മാൻ മുനീഫ് അൽ മംലക അൽ അറബിയ്യ സൗദിയാണ്, അത്തയ്യിബ് സാലിഹ് സൂഡാനാണ്, സഹർ ഖലീഫ ഫലസ്തീനാണ്, സുഹൈൽ ഇദ്രീസ് ലുബ്നാനാണ്. ഇനി റീക്യാപ്പാണ്. റിവായ ഖിസ്സത്തുൻ ഖയാലിയ ത്വീല, നീളമുള്ള ഭാവനാത്മകമായ കഥകളാണ് റിവായ. ചുറ്റുപുറത്ത് റിവായ അറബിയൻ തുരീഖ് ഇത്തിസാൽ അറബിൽ ഗർബ്, അറബികൾ ഗർബുകളുമായിട്ടുള്ള കണക്ഷൻ, അവരുടെ ബന്ധം കൂടിക്കലരൽ, ഇത് മുഖേനയാണ് അറബിക് നോവലുകൾ വളർന്നു വന്നിട്ടുള്ളത്. റിവായ ഖയാലിയ ഒരു റിവായ തരീഖിയ. റിവായ രണ്ട് തരമാണുള്ളത്. ഒന്ന് റിവായ ഖയാലിയാണ്, മറ്റൊരു റിവായ തരീഖിയാണ്. ഖയാലിയാണ് ഭാവനാത്മകം, താരീഖിയാണ് ചരിത്രപരമായിട്ടുള്ള. അടുത്ത ഫിനീലോനാണ് മുഖാമറാത്തു തൈലമാക്ക്. അതാണ് അവൽ റിവായ ഗർബിയ, ഒന്നാമത്തെ പാശ്ചാത്യ നോവൽ. നഖലഹ അൽ അറബിയ, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് അത് ചെയ്തത് റഫാഅത്തു തഹ്താവിയാണ്. അൽ ഹിയാമു ഫിൽ ജിനാൻ ഷാം, സലീം ബുസ്താൻ നോവലാണ്. അതാണ് നുവാത്തുൽ ഊല, ഒന്നാമത്തെ വിത്ത്, ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലിനഷ്അത്തി റിവായ അറബിയ, അറബിക് നോവലിൻ്റെ. റിവായത്തു സൈനബ് മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിൻ്റെ അവൽ റിവായ ഫന്നിയ ഫിൽ അറബിയ, അറബി ലക്ഷണം മൊത്തം നോവൽ, അത് മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിൻ്റെ സൈനബാണ്. അബർസു റിവായിന ഫി ഫത്രത്തി മാ ബഅദൽ ഹർബിൽ ആലമിയ്യ ലൂല, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രമുഖരായ അറബിക് നോവലിസ്റ്റുകൾ ത്വഹ ഹുസൈൻ, തൗഫീഖുൽ ഹക്കീം, ഈസ ഉബൈദ്, അൽ മാസിനി, മഹ്മൂദ് തൈമൂർ. അബർസു റിവായിന ഫി ഫത്രത്തി അർബഈനത്തുൽ ഖംസിനിയാത്ത്, 40-50കളിൽ പ്രമുഖരായ ആളുകൾ അബ്ദുൽ ഹമീദ് ജൗദ സഹാർ, യൂസുഫ് സബാഇ, ഹസൻ അബ്ദുൽ ഖുദ്ദൂസ്, നജീം മഹ്ഫൂദ്. ജീലുൽ ഹദാസിയ്യിൻ ഫി റിവായ അറബിയ, മോഡേണിസ്റ്റുകളായ നോവലിസ്റ്റുകൾ സുനഅ ഇബ്രാഹിം, ഹന്നാമീന, ജമാൽ ഖൈത്താനി, തയ്യിബ് സാലിഹ്, അബ്ദുറഹ്മാൻ മുനീഫ്. ഇത്തിജാഹുർ റൊമാൻസിയ അൽ ഗർബിയ ഫി റിവായ അറബിയ, അറബിക് നോവലുകളിൽ പാശ്ചാത്യൻ റൊമാൻറ്റിസം എന്ന ട്രെൻഡ് കൊണ്ടുവന്ന ആളുകൾ. അൽ മൻഫലൂത്തി, ഹൈക്കൽ ജുബ്രാൻ. ഇത്തിജാഹ് തർജമ ദാത്തിയ, ഒരു ബയോഗ്രഫി സിസ്റ്റമായിട്ടുള്ള ആ നിലക്കുള്ള ഒരു ട്രെൻഡ് കൊണ്ടുവന്ന ആൾ ത്വഹ ഹുസൈൻ, അൽ മാസിനി, തൗഫീഖുൽ ഹക്കീം. ഇത്തിജാഹുൽ വാഖിഇയ്യ, റിയലിസം കൊണ്ടുവന്ന ത്വഹ ഹുസൈൻ, മഹ്മൂദ് തൈമൂർ, തൗഫീഖുൽ ഹക്കീം, അബ്ദുറഹ്മാൻ ഷർഖാവി, നജീം മഹ്ഫൂദ്. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ട്രെൻഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ നോവലുകളിലൊക്കെ ഇവയുണ്ട് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അൽ ഇത്തിജാഹുൽ നഫ്സ് അല്ലെങ്കിൽ തയ്യാറുൽ വഈം, ഒന്നുകിൽ അതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള മാനസികമായ ട്രെൻഡ്, അല്ലെങ്കിൽ തയ്യാറുൽ വഈ, അവബോധത്തിൻ്റെ ട്രെൻഡ്. അത് ഈസ ഉബൈദ്, താഹിർ ലാഷീൻ, അൽ അഖാദ്, അൽ മാസിനി. അൽ ഇത്തിജാഹുർ റംസി, സിംബോളിസം, നജീം മഹ്ഫൂദ്, യഹ്യ ഹഖി. ഇതിൽ ഇത്തിജാഹുൽ ഇജ്തിമാഇ, മിഖായിൽ ഉഐമ, നജീം മഹ്ഫൂദ്, കറമുൽ ഹിൽം, കറം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ആൻസേഴ്സ് നമ്മുടെ ബുക്കിലുണ്ട്. ക്വസ്റ്റ്യൻസ് മാത്രം വായിക്കാം. മാഹിയ റിവായ, എന്താണ് റിവായ? മാഹിയ അവൽ റിവായ അറബിയ, ഏതാണ് ഒന്നാമത്തെ അറബിക് റിവായ? മനിലദി നഖല റിവായ ഫിനിലിയോ ഇല അറബിയ, ഫിനിലൂൻ എന്ന നോവൽ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ആരാണ്? മൻ കതബ മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ, മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ എന്ന നോവൽ എഴുതിയത് ആരാണ്? മൻ ഹസല ജായിസത്ത് നോബൽ റിവായ അറബിയ, റിവായ അറബിയയ്ക്ക് നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? ഉക്തു മിസാൽ റിവായ റംസിയ, റിവായ റംസിയക്കൊരു ഉദാഹരണം എഴുതുക. ഉദ്കുർ അലമൈനി മിനൽ ഹദാഫിയീൻ, മോഡേണിസ്റ്റുകളിലെ 2 പ്രമുഖരെക്കുറിച്ച്, മഹാരഥന്മാരെക്കുറിച്ച് പരാമർശിക്കുക. ഇല ഐ ബലദ് യൻതബിൽ കാത്തിബ് ജബ്ര ഇബ്രാഹിം ജബ്ര, ജബ്ര ഇബ്രാഹിം ജബ്ര ഏത് നാട്ടുകാരനാണ്, ഏത് പ്രദേശത്തേക്കാണ്, ഏത് രാജ്യത്തേക്കാണ് അദ്ദേഹം ചെന്നെത്തുന്നത്? മനലതി അല്ലഫ ഔദത്തുർ റൂഹ്, ഔദത്തുർ റൂഹ് എഴുതിയത് ആരാണ്? ഉദ്കുർ റിവായ കതബ അബ്ദുറഹ്മാൻ അഷ്ഷർഖാവി, അബ്ദുറഹ്മാൻ ഷർഖാവി എഴുതിയ നോവൽ ഏതാണെന്ന് പറയുക. ഓക്കെ, ഇതോടുകൂടെ ഈ യൂണിറ്റ് ഇവിടെ ഇൻഷാ അല്ലാഹ് അവസാനിക്കുന്നു. അടുത്ത യൂണിറ്റ് നമുക്ക് അടുത്ത ക്ലാസ് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.